ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത കിഡിലോസ്കി ഒരു തെലുഗു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. കഥയുടെ പേര് തെപ്പ സമുദ്രം. നിങ്ങൾക്ക് വേണ്ടതിൽ കൂടുതൽ ട്വിസ്റ്റുകളും അതുപോലെ കുറച്ച് ഹൊററും കുറച്ചധികം മിസ്റ്ററിയുമായിട്ട് വല്ലാതെ ഇംപ്രസ് ചെയ്ത അടിപൊളി കഥയാണിത്. ഈ കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാല് 10 വർഷമായിട്ട് ഒരു ഗ്രാമത്തില് ചെറിയ സ്കൂൾ പെൺകുട്ടികളെ തുടർച്ചയായിട്ട് ഓരോ ഇടവേളകളായിട്ട് കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് SIയും ടീമും തലകുത്തി നിന്നിട്ടും പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. ആ ഗ്രാമത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും ട്വിസ്റ്റുകളും എന്തായിരിക്കും നമുക്ക് കണ്ടു നോക്കിയാലോ? പിന്നെ നമ്മുടെ സീരീസ് ചാനൽ നഷ്ടപ്പെട്ടു പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പുതിയ സീരീസ് ചാനലും അതുപോലെ ഏറ്റവും അടിപൊളി ജാപ്പനീസ്, കൊറിയൻ അതുപോലുള്ള അന്യഭാഷ മൂവികൾക്കായിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഈ ആഴ്ചയിൽ തന്നെ നമ്മൾ 2 ചാനലിലും എന്തായാലും വീഡിയോ ഇട്ട് തുടങ്ങും. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടന്നാലോ? അപ്പോൾ എന്റെ എല്ലാ ചെങ്കളും ഇപ്പൊ തന്നെ ആ ഒരു ലൈക്ക് ബട്ടന് ഒന്ന് തട്ടിവിട്ടേക്കണേ. കഥ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ കഥയുടെ ആരംഭത്തില് കുറേയധികം റൗഡികള് ഒരാളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇങ്ങേരുടെ പേരാണ് വിജയ്. എന്നാൽ ആ ഒരു റൗഡികള് വിജയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എന്തിനാണെന്നുള്ള മനസ്സിലാവുന്നില്ല. ആ മഴയത്ത് ജീവനും കൊണ്ട് ഓടി മടുത്തിട്ട് തിരിച്ചൊന്ന് പൊരുതി നോക്കുക തന്നെ. അങ്ങനെ അവരോട് തിരിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരാൾ വന്നിട്ട് വിജയുടെ പിന്നിലൂടെ കത്തി കയറ്റാണ്. ഈ ഒരു കത്തി കുത്തി കയറ്റിയില്ലേ, ഇവന്റെ പേരാണ് ഗജ. അതായത് ഈ ഒരു ഗ്യാങ്ങിന്റെ ഹെഡ് തന്നെയാണ്. അങ്ങേര് ചോദിക്കുന്നുണ്ട്, എന്റെ മേലെ കൈവച്ച ഒരുത്തിനെ ഞാൻ ജീവനോട് വിട്ടിട്ടില്ല, പിന്നെയാണോ നിന്നെ ചത്ത് പോടാന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി ഓടി വരുന്നത്. ഇവളുടെ പേരാണ് ഇന്ദു. വിജയുടെ കണ്ടീഷൻ കണ്ടിട്ട് അവള് വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയേ? എന്നാൽ അവൻ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് കഴിയുന്നില്ല. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നേ വിജയ് ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതില് അവള് വല്ലാതെ മനസ്സ് തകർന്നു പോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്നാണ്. ഈ ഒരു നാട്ടിന്റെ പേരാണ് പെപ്പ സമുദ്രം. അതായത് കഥയുടെയും ഗ്രാമത്തിന്റെ പേര് ഒന്ന് തന്നെയാണ്. അങ്ങനെ ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ SI ആയിട്ടുള്ള ബലരാമ് ഗണേശ് എന്നൊരുത്തനെ എടുത്ത് പഞ്ഞുകിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എന്തിനയാൾ ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാല് കുറച്ച് നാളായിട്ട് ആ ഗ്രാമത്തിലെ സ്കൂൾ പെൺകുട്ടികളെ കാണാതാവുന്നുണ്ട്. എന്നാൽ അവർക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഗണേശിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവനാണെങ്കിൽ പെൺവിഷയത്തില് കുറച്ച് മോശമാണ്. അപ്പൊ ആ പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലെ ഇവനാവുള്ള സാധ്യതയില്ലേ, അതിനാണ് അവനെ പഞ്ഞുകിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കണക്കിന് അടിയിട്ടിട്ടും അവൻ പറയുന്നേ, സാറേ നിങ്ങൾ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതോടെ എനിക്കൊരു ബന്ധവുമില്ല. 2 ദിവസത്തില് എന്റെ മകളുടെ കല്യാണം, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. അപ്പോ SIയുടെ അസിസ്റ്റന്റ് ലേഡി കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ അങ്ങനെ കണ്ടിട്ട് ഒരു 50 വയസ്സിന് മേലെയില്ലേ, അതുമല്ല ഒരു പെൺകുട്ടിയുടെ അച്ഛനുമാണ്. അപ്പോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ. എന്നാൽ SI അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് 50 വയസ്സും 60 വയസ്സായിട്ടും ചെറിയ കുഞ്ഞു കുട്ടികളെ 6-7 വയസ്സിലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന കുറെ കാമപ്രാന്തന്മാരില്ലേ. അതുകൊണ്ട് കണ്ണടച്ചിട്ട് ആരും വിശ്വസിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ഇവൻ ഒന്നുകൂടി അടിച്ച് പിഴിയാൻ നോക്ക്. അപ്പോ സത്യങ്ങളൊക്കെ പുറത്തു വരും. അടുത്ത സീനില് കഥയുടെ ആരംഭത്തില് വിജയ് എന്ന ഒരു പയ്യൻ മരണപ്പെട്ടിരുന്നില്ലേ, അവന്റെ അരികിലേക്ക് ഒരു ഇന്ദു എന്ന പെൺകുട്ടി വന്നില്ലേ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവരുടെ രണ്ടുപേരുടെയും കല്യാണ ദിവസമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ കുറെ നാൾ ആഗ്രഹിച്ച പോലെ ഇന്ദുവിന്റെ കഴുത്തില് താലി ചേർത്താൻ പോകുമ്പോ പെട്ടെന്നൊരു പോലീസുകാരൻ വന്നിട്ട് ഗണ്ണും കാണിച്ചിട്ട് നിർത്തുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിജയ് ഷോക്കായി പോകുന്നുണ്ട്. പെട്ടെന്ന് വിജയ് നെട്ടി എഴുന്നേൽക്കുകയാണ്. അതായത് ഇത് വിജയ് കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു. അവന്റെ കൂട്ടുകാർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കുന്ന കേട്ടപ്പോഴാണ് അവൻ ഉറക്കം ഞെട്ടിയത്. അപ്പോൾ അവന്റെ കൂട്ടുകാരൻ അഞ്ജിയോടും അതുപോലെ രാഘവനോടും വിജയ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയാണ്. അപ്പോൾ അവര് ചോദിക്കുന്നത്, നീ അതിന് അവളോട് നിന്റെ പ്രണയം പറഞ്ഞിട്ടേ ഇല്ല, അതിനുള്ളില് കല്യാണം വരെ എത്തിയോ? ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, അവളോടൊന്ന് സംസാരിക്കാൻ നോക്ക്, പിന്നെ സ്വപ്നം കണ്ട് പേടിച്ചാൽ മതിട്ടാ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ഗോഡൌണില് ഒരാള് മരണപ്പെട്ട് കിടക്കാണ്. അയാളുടെ പേരാണ് രാഘവ്. അയാളെ കൊലപ്പെടുത്തിയ ആരെന്ന് വെച്ചാല് ആ ഒരു ഗോഡൌണിന്റെ ഓണർ ആയിട്ടുള്ള റൗഡി ഗജയാണ്. ഗജയാണെങ്കിൽ ലേഡീസ് വിഷയത്തില് വളരെ വീക്കാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൂട്ടാളികളെന്ന് ചോദിക്കുന്നത്, അല്ലാണ്ട എന്തിനാ ഇപ്പോ ഇവനെ കൊലപ്പെടുത്തിയേ? വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, എന്റെ കൂടെ കൂടിയിട്ട് ഇവൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇനിയും ഇവന് വിട്ടുവെക്കാൻ പാടുവോ? എല്ലാവർക്കും ഒരു പാടാവട്ടെ. പിന്നെ ഇവൻ ചത്ത കാര്യം ആരും അറിയണ്ട, അതുകൊണ്ട് രഹസ്യമായിട്ട് ഇവന്റെ ബോഡി അങ്ങ് ഡിസ്പോസ് ചെയ്തേക്ക്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വിജയ ഫ്രണ്ട്സും വരുന്നത്. അതായത് ആ ഒരു ഗോഡൌണിൽ നിന്ന് ചരക്കുകൾ എടുക്കാൻ വന്നതാണ്. സാധാരണ രാഘവാണ് ചരക്കുകൾ എടുത്ത് കൊടുക്കാറ്. അങ്ങനെ കാണാതായപ്പോ, അല്ല രാഘവേട്ടൻ ഇവിടെ, അങ്ങേര് നാട്ടിൽ പോയതാ. അപ്പോ കൂടുതലൊന്നും ചോദിക്കാതെ വിജയും ഫ്രണ്ട്സും അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ വിജയുടെ ജോലി എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് വിജയ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഫ്രണ്ട്സിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത സമയത്ത് എപ്പോഴും നമ്മുടെ വിജയുടെ കൂടെ തന്നെയായിരിക്കും. രാവിലെ സമയത്ത് വിജയ്ക്ക് കുറച്ച് സ്കൂൾ പെൺകുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന ട്രിപ്പ് ഉണ്ട്. അങ്ങനെ 2-3 വീട്ടിൽ നിന്ന് ഓരോ പെൺകുട്ടികളെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇന്ദു വരാൻ സമയമായല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരച്ഛനില്ലേ തന്റെ മകളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വരുന്നത്. അപ്പോൾ അഞ്ചി ചോദിക്കുന്നുണ്ട്, അല്ലേട്ടാ മോളെ ഓട്ടോറിക്ഷയിൽ അയച്ചാ പോരെ, ബസ്സിനൊക്കെ പൈസ കൂടുതലല്ലേ? എന്നാൽ ആ ഒരു അച്ഛനാണെങ്കിൽ എന്റെ മകളുടെ സേഫ്റ്റിയാണ് എനിക്ക് പ്രധാനം, പൈസ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാലോ. അപ്പോഴാണ് നമ്മുടെ ഇന്ദു ഇല്ലേ പാസ് ചെയ്ത് പോകുന്നത്. അവളെ കണ്ടുടൻ തന്നെ അവർ ഓട്ടോ എടുത്തിട്ട് അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ ഓട്ടോയിലുള്ള കുട്ടികൾക്ക് നമ്മുടെ വിജയ് ഇന്ദുവിനെ കാത്തു നിന്നാണ്
പെണ്ണാണെന്നും അവളെ കുറെ നാളായിട്ട് വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്ന കാര്യം അറിയാം. അവര് ടീസി ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ നിങ്ങളുടെ പ്രണയം ഇപ്പൊ അടുത്തെങ്ങാനും പറയോ, ഒരു ബിരിയാണി കിട്ടിയാൽ നല്ലതായിരുന്നു, അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോ അവിടെ കാവല് നിൽക്കുന്ന നമ്മുടെ കോൺസ്റ്റബിൾ ചേച്ചിയുണ്ട്. അവർക്കൊരു ഹായ് ഒക്കെ കാണിച്ചിട്ടാണ് വിജയും കുട്ടികളും പാസ് ചെയ്ത് പോകുന്നത്. അപ്പോ അവിടെ അരികിലിരുന്ന് നമ്മുടെ എസ് ഐ ഇല്ലേ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല അവനാരാ? ഈ ഒരു കോൺസ്റ്റബിളിന്റെ പേരാണ് സുമ. അപ്പോ സുമ പറയുന്നുണ്ട്, സാറേ അവന്റെ പേര് വിജയ് എന്നാ, അവൻ ഓട്ടോ ഓടിക്കാണ്, നല്ലൊരു പയ്യനാ. അപ്പോഴാണ് ആ ഒരു ഓട്ടോയുടെ പിന്നിലെ ചാക്കുകെട്ടുകൾ കാണുന്നത്. അല്ല ആ ചാക്കിലെന്താ, അത് എങ്ങോട്ടായിരിക്കും കൊണ്ടുവന്നത്? അങ്ങനെ വിജയുടെ മേലെ എസ് ഐക്ക് എന്തൊക്കെയോ ചില സംശയം സ്റ്റാർട്ടാവാണ്. അങ്ങനെ ആ ഒരു ചാക്കുകളൊക്കെ എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന് വെച്ചാല് നമ്മുടെ ഗജയില്ലേ അവന്റെ ഗോഡൌണിലേക്കാണ്. അങ്ങനെ പൈസയും വാങ്ങിയിട്ട് അവര് തിരിച്ചു പോവാണ്. അപ്പോഴാണ് ആ ഒരു ചാക്കേട്ടിന്റെ ഉള്ളില് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അത് നിറയെ കഞ്ചാവാണ്. അപ്പോ ഗജയുടെ കൂട്ടാളി ചോദിക്കുന്നുണ്ട്, അല്ലാണ്ട് അവർക്ക് ഇതില് കഞ്ചാവാണെന്ന് അങ്ങനെ മനസ്സിലായാല് പണി വരുന്ന ഉറപ്പായാല് അവരങ്ങ് തീർത്തളയാ, പിന്നെന്ത് നോക്കാനാ? ആ ഒരു ചരക്കുകള് എന്തോ വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിജയും ഫ്രണ്ട്സും അത് ഇറക്കി കൊടുക്കാൻ തീരുമാനിച്ചേ. അങ്ങനെ അന്ന് രാത്രി വിജയും ഫ്രണ്ട്സും ചെറുതടിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഒരു കുടിയനായ പുത്രൻ വരികയാണ്. എന്നിട്ട് വിജയോട് ഫ്രണ്ട്സിനോടും പറയുന്നുണ്ട്, കുറച്ച് ടച്ചിങ്സ് കിട്ടോ? പിന്നെ അതിനെന്താ, ടച്ചിങ്സ് കിട്ടിയപ്പോ കുടിയനാണെങ്കിൽ എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് ഉപകാരം വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. അതും പറഞ്ഞിട്ട് കുടിയൻ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ വിജയ്ക്ക് അടിച്ചിട്ട് എഫക്ട് ചെറുതായിട്ട് കയറിയപ്പോ ലവ് യു എന്തുവെന്ന് ഒച്ചത്തിൽ കാറാൻ നോക്കുമ്പോ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ലവ് ആയിട്ടില്ലാലോ? ഇല്ല, എന്നാ പിന്നെ ഇന്ദു മതി. അത് മതി. അതേ സമയത്ത് നമ്മുടെ എസ് ഐ ബാലരാജ് എന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, അപ്പോ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വക്കീൽ വരികയാണ്. എന്നാൽ നമ്മുടെ ഹീറോ എസ് ഐ പറയുന്നത്, അവനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, ആ പെൺകുട്ടികളെ കാണാതായില്ലേ, അതില് അവന്റെ മേലെ നല്ല സംശയമുണ്ട്. എന്നാൽ വക്കീലാണെങ്കിൽ, സാറ് നിങ്ങൾ സംശയിക്കുന്ന പോലെ അവന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ആ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അവൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. അത് തെളിയിക്കുന്ന എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ആ ഒരു എവിഡൻസ് എസ് ഐ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ആ ഒരു പെൺകുട്ടികളെ കാണാതായില്ലേ, ആ ഒരു സമയത്തൊക്കെ ബൽരാജ് മറ്റൊരു സ്ഥലത്തായിരുന്നുണ്ടായിരുന്നേ. അങ്ങനെയാണെങ്കിൽ ബൽരാജ് ആവാൻ സാധ്യതയില്ലല്ലോ. അപ്പോ വക്കീല് പറയുന്നുണ്ട്, സാറേ അവസാനമായിട്ട് അഞ്ജലി എന്ന ഒരു പെൺകുട്ടിയെ കാണാതായില്ലേ, അതേ സ്ഥലത്ത് ഒരു CCTV ക്യാമറയുണ്ട്. അപ്പോ അത് ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കുറ്റവാളി ആരാണെന്ന് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എസ് ഐ ഇതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് ആവുന്ന കാര്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട. അങ്ങനെ ബൽരാജനെ സെല്ലിൽ നിന്ന് ഇറക്കിയിട്ട് പറയുന്നുണ്ട്, നിന്റെ വല്ല സംശയമൊന്നും തീർന്നിട്ടില്ല, അതുകൊണ്ട് നാട് വിട്ട് എങ്ങോട്ട് പോകാൻ നിൽക്കരുത്, എപ്പോ വിളിപ്പിച്ചാലും അപ്പൊ സ്റ്റേഷനിൽ ഉണ്ടാവണം. ആയിക്കോട്ടെ സാറേ. അങ്ങനെ അവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോ നമ്മുടെ വക്കീലില്ലേ എസ് ഐയോട് പറയുന്നുണ്ട്, സാറിന്റെ അച്ഛനോട് ചോദിച്ചെന്ന് പറയണേ. അതായത് നമ്മുടെ എസ് ഐയുടെ അച്ഛനില്ലേ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സ്റ്റേഷനിലേക്ക് ഒരു ലേഡി വരികയാണ്. അവര് പറയുന്നത്, സാറേ കുറച്ച് ദിവസമായിട്ട് എന്റെ ഹസ്ബൻഡ് രാഘവ് അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്നാല് നമ്മുടെ എസ് ഐ ഇല്ലേ അധികം നാളായിട്ടില്ല സ്റ്റേഷനിൽ വന്നിട്ട്. അപ്പൊ അങ്ങേർക്ക് ആരാണ് രാഘവ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ സുമയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആരാ രാഘവ്? അവര് പറയുന്നുണ്ട്, സാറേ ഗജയുടെ ഒരു വലം കൈയായിരുന്നു, അവന്റെ കാര്യങ്ങളും ഗോഡൌണിലെ കാര്യങ്ങളൊക്കെ അവനെ നോക്കിയിരുന്നേ, ചിലപ്പോ ഗജ തന്നെ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. അപ്പോ രാഘവന്റെ ഭാര്യയോട്, നിങ്ങൾ ഭയക്കാതെ വീട്ടിലേക്ക് പോയിക്കോ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. സാധാരണ നമ്മുടെ ഇന്ദു ഇല്ലേ അവള് ജോലിക്ക് അവളുടെ സ്കൂട്ടിലല്ലേ പോവാറ്, എന്നാൽ ഇന്ന് വണ്ടി ഇല്ലാത്തോണ്ട് ഒരു ഓട്ടോ പിടിക്കാൻ വരികയാണ്. അത് കണ്ടപ്പോ വിജയുടെ ഫ്രണ്ട് അഞ്ച് പറയുന്നുണ്ട്, അവളുടെ സ്കൂട്ടി റിപ്പയറിങ്ങിന് എന്റെ അടുത്ത് തന്നിട്ടില്ലേ, എന്തായാലും 2 ദിവസം പിടിക്കുന്ന ഞാൻ പറഞ്ഞേക്കാം, കുറെ ആയല്ലേ ഇഷ്ടം പറയാൻ പറ്റാതെ അവളെ, അപ്പൊ ഇന്ന് നീ ഡ്രോപ്പ് ചെയ്തോ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇന്ദുവിനെ അവൻ കൂട്ടിക്കൊണ്ടു പോവാണ്. അടുത്ത സീനില് നമ്മുടെ എസ് ഐയുടെ അമ്മയില്ലേ എസ് ഐക്ക് കോഫി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോ ഓൾറെഡി എസ് ഐ ബോർഡിലായിട്ട് കാണാതാന്ന പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫോട്ടോ അടക്കം പതിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ കഴിഞ്ഞ 10 വർഷമായിട്ട് എത്രത്തോളം ചെറിയ പെൺകുട്ടികളെയാ കാണാതായിട്ടുള്ളേ, നീ ഇപ്പൊ ഒരു പോലീസുകാരനായില്ലേ, ഇനിയെങ്കിലും ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒന്നും സംഭവിക്കരുത്, നീ വേണം ഈ കേസ് തെളിയിക്കാൻ. അതിനെന്താ അമ്മേ, എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചേക്കാന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻസ്പെക്ടർ ഇല്ലേ ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ ഈ ഒരു നാട്ടില്, അതായത് സ്വന്തം നാട്ടില് ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അച്ഛനായിട്ടുള്ള രാമയ്യാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു വക്കീലായതുകൊണ്ട് തന്നെ പാവപ്പെട്ട പല ആളുകളുടെ കേസുകളും ഒരു ഫീസും വാങ്ങാതെ ഫ്രീ ആയിട്ട് വാദിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ആ ഗ്രാമത്തിലെ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാറുണ്ട്. അതേ സമയത്ത് നമ്മുടെ വിജയ് എന്തോ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോ അവള് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി ഐ ലവ് യു എന്നോ എന്തൊക്കെയോ ഒച്ചത്തിൽ വിളിച്ച് പറയുന്ന കേട്ടല്ലോ, അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അപ്പൊ നമ്മുടെ കുടിയനില്ലേ ആ ഒരു ഓട്ടോയുടെ പിന്നിൽ തൂങ്ങി പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ കേട്ടതാ, ഇവൻ തന്നെ പറഞ്ഞേ. അല്ല താനെപ്പോഴാ വണ്ടി കയറിയേ, മനുഷ്യന്റെ സമാധാനം കളയാന് ഒന്ന് ഇറങ്ങിപ്പോടോ. അങ്ങനെ കുടിയനെ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് അടിച്ചു വിട്ടു പോകുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചു ദൂരെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ സുമിയില്ലേ അവര് വിജയുടെ വണ്ടി നിർത്തിക്കുന്നത്. അതായത് ഇൻസ്പെക്ടറിന്റെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അപ്പൊ അദ്ദേഹത്തെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ. അതിനെന്താ, അങ്ങനെ ഇൻസ്പെക്ടർ കൂട്ടി പോകുമ്പോ അങ്ങേര് ഏതോ ഒരു നേത്ര ഫൗണ്ടേഷനിലേക്കാണ് പോണെന്ന് പറഞ്ഞ് അതേ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്ദു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇന്ദു എസ് സിയോട് ചോദിക്കുന്നുണ്ട്, അല്ല
സാറ് നമ്മുടെ ലോയർ സാറിന്റെ മകനല്ലേ? സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? അങ്ങനെ അവര് കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് പറഞ്ഞ നേത്ര ഫൗണ്ടേഷനിൽ അവരെ ഇറക്കി വിടുമ്പോഴും നമ്മുടെ വിജയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട്. അല്ല, എന്റെ പ്രണയിനിയെ ഇനിയിപ്പോ ഇയാള് തട്ടിക്കൊണ്ടുപോവോ? അങ്ങനെ നമ്മുടെ വിജയില്ലേ തിരിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തിയപ്പോ അഞ്ച് ചോദിക്കുന്നുണ്ട്, അല്ലടാ എന്തായി പറഞ്ഞ? എന്ത് പറഞ്ഞോന്ന്? അതിനിടക്ക് ആ ഒരു SI സാറ് വണ്ടി കയറി. പിന്നെ അവര് തമ്മിലിരുന്ന് സംസാരം, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് ഈവനിങ് നമ്മുടെ SIയുടെ വക്കീലായിട്ടുള്ള അച്ഛനില്ലേ, അങ്ങനെ ട്യൂഷൻ എടുക്കാറില്ലേ, അവിടത്തേക്ക് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നാക്കുകയാണ്. അപ്പോ നമ്മുടെ വക്കീൽ സാറ് ചോദിക്കുന്നുണ്ട്, അല്ല വിജയ് എന്തൊക്കെയുണ്ട് വിശേഷം? പണിയൊക്കെ ഉഷാറല്ലേ? കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇന്ദു വന്നത് ഒരു ചാരിറ്റി ഫൗണ്ടേഷനിലാണ്. അപ്പോഴാണ് അവിടെയുള്ള ഒരു ലേഡി പറയുന്നത്, അല്ല ഇന്ദു, നിന്റെ പേരില് ഇവിടെ വേറെ ആരോ ഡൊണേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ദു, അല്ല ചേച്ചി അതാരാണെന്ന് എങ്ങനെയെങ്കിലും അറിയാൻ പറ്റുമോ? എന്നാൽ അവര് അതാരാണെന്ന് അറിയില്ല, എന്നാൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അങ്ങനെ ആ ഒരു നമ്പർ വാങ്ങിയിട്ട് അതാരാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഫോൺ എടുക്കുന്നത് നമ്മുടെ വിജയ് തന്നെയാണ്. എന്നാൽ ഇന്ദുവിന് ഓപ്പോസിറ്റ് വിജയാണ് സംസാരിക്കുന്നതെന്ന് അറിയില്ല. അവള് ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ പേരില് എന്തിനാ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നത്? നിങ്ങളുടെ സ്വന്തം പേര് ചെയ്താൽ പോരെ, ഇനി മേലില് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അതും പറഞ്ഞ ദേഷ്യത്തില് അവള് ഫോണ് കട്ടയാണ്. എന്നാൽ വിജയ്ക്കാണെങ്കിൽ, അല്ല അവളെന്തിനാ ഇപ്പോ എന്നോട് ദേഷ്യപ്പെട്ടെ? എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഇന്ദു ആണെങ്കിൽ ദേഷ്യത്തിൽ സംസാരിച്ചാലും അവളുടെ പേരിൽ ചാരിറ്റി ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാര്യം ഫ്രണ്ടിനോട് പറയുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ അവനോട് പ്രണയം തോന്നി തുടങ്ങിയോ? പ്രണയാണോ എന്നറിയില്ല, പക്ഷെ എന്തോ ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്തൊരു സ്കൂൾ പെൺകുട്ടിയില്ലേ ആരെയോ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ബൈക്ക് വരുന്നത്. അപ്പൊ ആ പെൺകുട്ടി ആ ബൈക്കിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു അജ്ഞാതനില്ലേ ആ ഒരു പെൺകുട്ടിയെ തനിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അബ്യൂസ് ചെയ്യാണ്. അതിനുശേഷം അവളെ കൊലപ്പെടുത്തിയിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ്. എന്നാൽ അവൻ ആരാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പെൺകുട്ടി ഏതെന്ന് വെച്ചാല് കുറച്ചു മുൻപ് വിജയോട് പറഞ്ഞിരുന്നില്ലേ എന്റെ മകളെ ഞാൻ ബസ്സിൽ മാത്രമേ കയറ്റിവിടുള്ളൂ എന്ന്, ആ ഒരു അച്ഛന്റെ മകളായിരുന്നു. ആ കുട്ടിയുടെ പാരന്റ്സ് അവളെ അത്രത്തോളം കെയർ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ. ആ ഒരു പെൺകുട്ടി മിസ്സായത് അറിഞ്ഞിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവള് സ്കൂളിലേക്ക് സാധാരണ ബസ്സിലല്ലേ പോവാറ്. അപ്പൊ ആ ഒരു ബസ് ഡ്രൈവറോട് ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയുമ്പോൾ നമ്മുടെ വിജയ് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങേര് പറയുന്നത് ക്ലാസ് കഴിഞ്ഞ് വന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബസ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് അവള് തന്നെ വീട്ടിലേക്ക് പോയിക്കോളാന്ന്. ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് ബുജി. അങ്ങനെ ബുജി കാണാതായത് പോലീസ് ടീമിനെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ SI ടീമും ആ ഒരു നാട് മുഴുവനായിട്ട് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. എന്തായാലും ബുജിയുടെ അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടുകളയാം. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഓൾറെഡി അവരുടെ വീട് ലോക്കായിട്ടുണ്ട്. അല്ല ഇവരിത് എവിടെ പോയിട്ടുണ്ടാവുക? അതേ സമയത്താണ് SIക്ക് ഒരു കോള് വരുന്നത്. അതായത് നമ്മുടെ SIയുടെ അച്ഛൻ വക്കീലില്ലേ അങ്ങനെ വേഗം ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എന്താ അർജന്റ് എന്ന് അറിയാന് അവര് പോയി നോക്കുമ്പോൾ ബുജിയുടെ അച്ഛനും അമ്മയില്ലേ ഒരു കുളത്തിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ വിജയും ബുജിയെ തേടി ഇറങ്ങിയതായിരുന്നില്ലേ, അവളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട കാര്യം അറിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. അതായത് ബുജിയെ കാണാതായിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് അവളെ കാണാതായപ്പോ അവള് നമ്മളെ വിട്ടുപോയിന്ന് ആ ഒരു പാരന്റ്സ് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത്. എന്നാൽ അതേ സ്ഥലത്ത് കുറെ നാളുകളായിട്ട് ഇതുപോലെ പെൺകുട്ടികളെ കാണാതാവുന്നില്ലേ, അവരുടെ പാരന്റ്സും തടിച്ചു കൂടുന്നുണ്ട്. ഇനിയും നമ്മളിലെ എത്ര കുട്ടികളെ കാണാതാവും? അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിന് ഒരു അറുതി ഉണ്ടാവില്ലേ? അവരുടെ സങ്കടമൊക്കെ നമ്മുടെ വക്കീൽ സാറ് കേൾക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നില് ആ ഒരു റൗഡി ഗജയിലെ അവൻ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അവൻ ലേഡീസ് വിഷയത്തില് കുറച്ച് മോശമാണ്. അപ്പോ SIയോട് പറയുന്നുണ്ട്, നിനക്ക് പറ്റുകയാണെങ്കിൽ അവനെ കസയിലെടുത്തിട്ട് 4 കൊടുത്ത് ചോദ്യം ചെയ്യും. എന്നാൽ ഇനി വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ പോയി കളയാം. അങ്ങനെ വണ്ടി എടുത്തിട്ട് പാഞ്ഞടിച്ചിട്ട് അവരുടെ കോടതിയിലേക്ക് വരികയാണ്. എന്നാൽ പോലീസ് അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ ഗജയുടെ ആളുകൾക്ക് പന്തികേട് മണത്തിട്ട് SIയെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ എല്ലാത്തിനെയും അങ്ങനെ എടുത്ത് പഞ്ഞു കിട്ടിട്ട് നിലത്തൊട്ട് ചേക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് ഗജയോട് പറയുന്നുണ്ട്, ഈ നാട്ടില് കുറേയധികം പെൺകുട്ടികളെ കാണാതുന്നുണ്ട്, അതിന്റെയൊക്കെ പിന്നില് നീ തന്നെയാണ്, എനിക്ക് ഉറപ്പാ. തെളിവുകൾ അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടാന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അധികം നാളുണ്ടാവില്ല. നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. ആഹാ സാറ് കൊള്ളാലോ, സാറെന്താ ഭീഷണിപ്പെടുത്താൻ വന്നതാ? എന്റെ മേലെ കൈവെക്കണമെങ്കിൽ സാറ് പോയിട്ട് തെളിവുണ്ടാക്കിട്ടോ, എന്നിട്ട് വീരവാദം മുഴക്കാം. പൊന്നുമോനെ 2 ദിവസത്തില് നിന്നെ കൊടുക്കാനുള്ള എവിഡൻസും കൊണ്ട് ഞാൻ വരാം. കയ്യിൽ വിലങ്ങ് വെച്ച് വലിച്ചിഴിച്ച് ഞാൻ കൊണ്ടുപോകും. അതും പറഞ്ഞിട്ട് SI അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നിട്ട് ബുജിയും അതുപോലെ കാണാതായ പെൺകുട്ടികളുടെ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് അരിച്ചു പെറുക്കി നോക്കുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സാക്കിയ ക്ലൂ കിട്ടിയാലോ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇന്ദുവിലെ അവളുടെ പേരിൽ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു വ്യക്തി ആരാന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തില. അപ്പോൾ ഓർഫനേജിലെ ആ ഒരു ലേഡി പറയുന്നുണ്ട്, അത് ആരാന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് വേറെ ആരുമില്ല, ആ ഒരു ഓട്ടോ ഡ്രൈവർ വിജയില്ലേ അവൻ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്ദുവിനെ വിജയ് അറിയാലോ. അപ്പോൾ അന്ന് രാത്രി ഞാൻ കേട്ടത് ഐ ലവ് യു ഇന്ദു എന്ന് തന്നെയായിരിക്കും. എന്നാൽ ഞാൻ ചോദിച്ചപ്പോൾ അവൻ അറിയാത്ത പോലെ നാടകം കളിച്ചതാ. അങ്ങനെ വിജയുടെ മേലെ അവളുടെ ഉള്ളിലും പ്രണയം സ്റ്റാർട്ടാവാണ്. എന്നാൽ ഇന്ദു പറഞ്ഞിരുന്നില്ലേ എന്റെ പേരിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കരുതെന്ന്. അതിൽ വല്ലാതെ വിജയ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇന്ദുവിന് കോള് വരുന്നത്. അവള് ഫ്രീ
ആയിട്ട് പറയുന്നുണ്ട്, വിജയ് എനിക്ക് നിങ്ങളൊന്ന് കാണണല്ലോ. അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇന്ദു വിജയോട് കാണാന്ന് പറഞ്ഞില്ലേ, ആ സന്തോഷം സഹിക്കാതെ അവൻ തുള്ളി ചാടുന്നുണ്ട്. എന്നാൽ വൈകുന്നേരം ഒരു സ്കൂൾ കുട്ടിയുടെ ഓട്ടം എന്തുകൊണ്ട് വിജയ്ക്ക്. എന്നാൽ ഇന്ദുവിനെ മീറ്റ് ചെയ്യാൻ പോകേണ്ടതുകൊണ്ട് ആ ഒരു ഓട്ടത്തിന് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്റെ ഫ്രണ്ട് അഞ്ചിയെ ആ ഒരു കുട്ടിയെ പിക്ക് ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അഞ്ചി അതൊന്നും ഓർത്തിരുന്ന് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, നീ തൽക്കാലം വേഗം വിട്ടോ. അടുത്ത സീൽ നമ്മൾ കാണുന്നത് വിജയ് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയില്ലേ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ബൈക്കിൽ വന്ന ആരോ ഒരാള് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നാൽ അയാൾ ആരാന്ന് മനസ്സിലാവുന്നില്ല. ആ പെൺകുട്ടിയെ ആ ഒരു വ്യക്തിയിലെ അബ്യൂസ് ചെയ്ത് കൊലപ്പെടുത്തുന്നുണ്ട്. അപ്പോ ആ ഒരു മർഡർ ന്യൂസും നമ്മുടെ എസ്ഐയുടെ ചെവിയിലെത്താണ്. എന്നാൽ ആരായിരിക്കും ഈ ചെറിയ പെൺകുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുന്നുണ്ടാവുക? എസ് ഐ ശരിക്കും ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എസ് ഐക്ക് എന്തോന്ന് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ട് നേരെ കാണാൻ പോകുന്നത് എസ്ഐയുടെ സ്വന്തം അച്ഛനായിട്ടുള്ള വക്കീൽ സാറില്ലേ അങ്ങേരെയാണ്. എന്നിട്ട് അച്ഛ, ഞാനിപ്പോ അച്ഛനെ കാണാൻ വന്നത് ഒരു പോലീസുകാരനായിട്ടോ ഇൻസ്പെക്ടർ ആയിട്ടല്ല, ഒരു സാധാരണ വ്യക്തിയായിട്ടാ. ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ അച്ഛനും നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാലോ, എന്തിനാ മുഖവരൊക്കെ. അതായത് ആരൊക്കെയോ ആ ഒരു പെൺകുട്ടിയെ നമ്മുടെ വക്കീൽ സാറില്ലേ അങ്ങേരുടെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ, അച്ഛ നിങ്ങളല്ലേ ആ പെൺകുട്ടിയെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയത്? ഈ നാട്ടിൽ നടക്കുന്ന പെൺകുട്ടികളുടെ മിസ്സിങ്ങിന് പിന്നിലെ അച്ഛൻ തന്നെയാണോ? അച്ഛനൊരു വക്കീലല്ലേ, പിന്നെന്തിനാ ചെറിയ കുട്ടികളുടെ ട്യൂഷനൊക്കെ എടുക്കാൻ നിൽക്കുന്നത്? അപ്പൊ അച്ഛൻ, നീ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് ചെറുപ്പത്തിൽ ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത പാവപ്പെട്ട കുട്ടികളെ ഹെൽപ്പ് ചെയ്യണമെന്ന് എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താനാണ് ഞാൻ ആ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം, എന്റെ ബൈക്കിൽ ഞാൻ ആ പെൺകുട്ടി കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഞാൻ ആരെയും എന്റെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. 2-3 ദിവസമായിട്ട് എന്റെ ബൈക്ക് ഞാൻ സർവീസിന് ആ ഒരു മെക്കാനിക്ക് അഞ്ചിയില്ലേ അവന്റെ കടയിൽ ഏൽപ്പിച്ചതാ. അല്ല, അപ്പൊ അച്ഛന്റെ ബൈക്ക് എടുത്തിട്ട് അഞ്ചാണ് പോയത്. അപ്പോൾ അറിയാതെ തന്റെ അച്ഛനെ സംശയിച്ചു പോയല്ലേ അച്ഛനോട് സോറി ചോദിച്ചിട്ട് ഇൻസ്പെക്ടർ അവിടെ ഇറങ്ങാണ്. അതേ സമയത്ത് നമ്മുടെ വിജയ് ഇന്ദുവിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ നടക്കാൻ പോകുന്നത്. അതേ സമയത്ത് ഇന്ദുവും ആ ഒരു ഭാഗത്തേക്ക് അവളുടെ സ്കൂട്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് ദൂരം എത്തിയപ്പോ നമ്മുടെ കോൺസ്റ്റബിൾ സുമയില്ലേ അവർ റോഡിൽ വെച്ച് നമ്മുടെ വിജയെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് എസ് എസ് ആർ നിന്നോട് എന്തോ അർജന്റ് കാര്യം പറയാനെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേഗം തന്നെ ഒന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജയല്ലേ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കുമ്പോൾ ഓൾറെഡി തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഞ്ചിയെ ഇൻസ്പെക്ടർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവന് കണക്കിന് കൊടുത്തിട്ട് വിജയോട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാണാതായില്ലേ, അവളെ ഇവൻ തന്നെയാണ് എന്തോ ചെയ്തിട്ടുള്ളത്. അപ്പൊ വിജയ്, അല്ല അഞ്ചി, എന്താ ഇൻസ്പെക്ടർ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താ പെൺകുട്ടിയെ ചെയ്തേ? അപ്പോഴാണ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് അഞ്ചി പറയുന്നത്. അതായത് ഹീറോ പറഞ്ഞ പോലെ ആ ഒരു പെൺകുട്ടിയെ പിക്ക് ചെയ്യാനായിട്ട് അഞ്ചി തന്റെ ബൈക്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് പോകുന്ന വഴിക്ക് ഒരു മൂവി കാണുന്നത്. എന്നാൽ പിന്നെ ഈ മൂവി കണ്ടിട്ട് പോകാന്ന് കരുതിയിട്ട് ആ ഒരു ടാക്സീസിൽ കയറിയതാണ്. എന്നാൽ അപ്പോ ആ ഒരു ബൈക്കിലെ ആരോ അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ വിജയ്, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താല് അത് വൃത്തിക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവനെ എന്താ പറ്റുന്ന പോലും അറിയില്ല. എന്നിട്ട് അവനെ തല്ലാൻ പോകുമ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആഹാ നിന്റെ നാടകമൊക്കെ കൊള്ളാലോ, അപ്പോ രണ്ടുപേരും കൂട്ടാളികളാണല്ലേ, അപ്പോ നിങ്ങൾ ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തല്ലേ. എന്നാലും കുറെ നേരം വിജയ് കാത്തിട്ട് ഒരു വിവരമില്ലാതായപ്പോ ഇന്ദു വിജയ്ക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഫോൺ എടുക്കാൻ നോക്കുമ്പോ ഇൻസ്പെക്ടർ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് നിനക്ക് എന്താണ് അത്ര അർജന്റ്? ഫോൺ പിടിച്ചു വാങ്ങി കട്ട് ചെയ്ത് കളയാണ്. എന്നാൽ ഇന്ദു ആണെങ്കിൽ, അല്ല വിജയ്ക്ക് എന്താ പറ്റിയ, അവനെന്തിനിപ്പോ ഫോൺ കട്ട് ചെയ്തേ? നമ്മുടെ ഇൻസ്പെക്ടറിന്റെ സംശയം എന്താണെന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ആ പെൺകുട്ടിയെ എന്തോ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറില്ലേ വിജയുടെ വണ്ടിയിൽ ആ ഒരു ചാക്ക് കെട്ട് കാണുന്നത്. അപ്പോ അസിസ്റ്റൻസിനോട് പറയുന്നുണ്ട്, ഈ ഒരു ചാക്കില് എന്താന്ന് ചെക്ക് ചെയ്യ്. അവരത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിനുള്ളില് കഞ്ചാവുള്ള കാണുന്നത്. ആഹാ പൊന്നുമോനെ, അപ്പൊ നല്ല ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നല്ലേ, പുറത്ത് മാന്യതയും. എന്നാലും വിജയ്, സാറേ എനിക്കൊന്നും അറിയില്ല. അപ്പൊ എസ് ഐ, എല്ലാം ഞാൻ അറിയിച്ചാരാടാ. എന്നിട്ട് കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട്, രണ്ടെണ്ണത്തിനും അടിച്ച് പിഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യും, എല്ലാ സത്യവും അവര് കക്കണം. അതേ സമയത്ത് നമ്മുടെ ഗജയുടെ കൂട്ടാളികൾ വിളിച്ച് പറയുന്നുണ്ട്, അണ്ണാ ആ ഒരു ഓട്ടോ ഡ്രൈവറുടെ പക്കൽ കൊടുത്തുവിട്ട നമ്മുടെ ചരക്ക് പോലീസ് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഗജയും എങ്ങനെയാണ് അതിൽ നിന്ന് തലയൂരാന്നുള്ള ഒരു പ്ലാനിലാണ്. അതേ സമയത്ത് നമ്മുടെ വിജയുടെയും അഞ്ജയുടെയും പരിചയക്കാർ വന്നിട്ട് നമ്മുടെ വക്കീൽ സാറിനോട് പറയുന്നുണ്ട്, സാറേ നിങ്ങളുടെ മകൻ എസ് ഐയില്ലേ നമ്മുടെ വിജയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു തെറ്റിദ്ധാരണ, സാറൊന്ന് മോനോട് സംസാരിക്കുമോ? അപ്പോൾ വക്കീല് തന്റെ മകനെ വിളിച്ചു നോക്കുമ്പോൾ ഫോണ് പോകുന്നില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നേരിട്ട് പോയി സംസാരിക്കാം. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നമ്മുടെ എസ് ഐ ഇല്ല. അപ്പോൾ കോൺസ്റ്റബിൾ സുമയോട് പറയുന്നുണ്ട്, അവരെ രണ്ടുപേരും എനിക്കറിയുന്ന, അവരൊരിക്കലും ഇത് ചെയ്തിട്ടുണ്ടാവില്ല, അവരെ റിലീസ് ചെയ്തേക്ക്, എന്റെ മകനോട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ സുമയും പറയുന്നുണ്ട്, എനിക്കും സംശയമില്ലാത്തില്ല, എന്തായാലും സാറ് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അവരെ രണ്ടുപേരും റിലീസ് ചെയ്തിട്ട് ഹീറോയുടെ ഫ്രണ്ട്സിലെ അവനെ കൂട്ടിക്കൊണ്ട് നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത്രയും നാളും ആ ഒരു ഗജി വിശ്വസിച്ചിട്ട് അവന്റെ ലോഡുകൾ കൊണ്ടു കൊടുത്തില്ലേ, എന്നാൽ അതിൽ കഞ്ചാവായിരുന്നു, അവനെന്നെ ചതിക്കായിരുന്നില്ലേ, അവനോട് രണ്ട് പറയാതെ പറ്റില്ല. അങ്ങനെ ദേഷ്യത്തില് ഗജയെ മീറ്റ് ചെയ്യാൻ പോയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടോ താനിത് ചെയ്തേ, എന്റെ ജീവിതം തന്നെ താൻ നശിപ്പിച്ചില്ലേ. അപ്പൊ ഗജ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായിട്ട് ഫൈറ്റ് ആകുമ്പോൾ
പിന്നിൽ നിന്ന് വിജയ് ആരും അടിക്കാണ്. വിജയുടെ തലക്കാണ് അടികിട്ടിയത്. പതി അവന്റെ ബോധം പോകുന്നുണ്ട്. അപ്പോ അവനെ അടുത്തുള്ള റൂമിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യാണ്. അതേസമയത്ത് ഗജയില്ലേ തന്റെ ബാക്കി കൂട്ടാളികളോട് അങ്ങേരുടെ ലൊക്കേഷനിലേക്ക് വരാൻ പറയാണ്. ആ ഒരു ഓട്ടോക്കാരനില്ലേ അവന്റെ ബോഡി ഡിസ്പോസ് ചെയ്യണം. എന്നാൽ ഗജ തന്റെ കൂട്ടാളെ വിളിച്ച് പറഞ്ഞില്ലേ ആ ഒരു കാര്യം വിജയ് കേട്ടിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്നാ പണിയാവും, എങ്ങനെയും രക്ഷപ്പെടണം. ആ ഒരു കൂട്ടാളികളുടെ കയ്യിൽ കിട്ടിയാല് പിന്നെ ജീവനോട് തിരിച്ചു പോല. അപ്പോഴാണ് അവിടുന്ന് രക്ഷപ്പെടാന് പിന്നിലെ അവിടെ ഒരു വഴി കാണുന്നത്. അതിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ അതിനുള്ളിൽ നമ്മുടെ ഗജയുടെ കൂട്ടാളികൾ അവന്റെ പിന്നാലെ എത്തിയിട്ടുണ്ട്. എന്നാൽ വിജയ് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയിട്ടും ആ ഒരു ഗുണ്ടകൾ വിട്ടില്ല. അങ്ങനെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ അവരുമായിട്ട് വിജയ് ഫൈറ്റ് ചെയ്യാണ്. ഇതേ സീൻ തന്നെയാണ് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഗജയെ കാണാനായിരുന്നില്ലേ നമ്മുടെ വിജയ് പോയിരുന്നത്. വിജയ് കുറെ നേരമായിട്ട് കാണാതായപ്പോ അവന്റെ 2 ഫ്രണ്ട്സും അവനെ രക്ഷിക്കാൻ വരികയാണ്. എന്നാൽ അതിനുള്ളിലെ ഗജയിലെ നമ്മുടെ വിജയുടെ പിന്നിലൂടെ വന്നിട്ട് കത്തി കുത്തി ഇറക്കാണ്. അതുപോലെ വിജയുടെ 2 ഫ്രണ്ട്സിനെയും അവിടെ വെച്ച് തന്നെ കൊന്നുകളയാണ്. അതിനുശേഷമാണ് സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇന്ദു വിജയുടെ അരികിലേക്ക് ഓടി വരുന്നത്. എന്നാൽ അതിനുള്ളിൽ വിജയ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ അവളുടെ അരികിലായിട്ട് അവര് 3 പേരുടെയും ആത്മാക്കൾ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അവരുടെ ബോഡി കാണുന്നില്ലേ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളിപ്പോ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ 3 പേരുടെ ആത്മാവില്ലേ തൊട്ടടുത്തുള്ള ഒരു ശവപ്പറമ്പിലേക്ക് വരുമ്പോ അവിടെ ഗജയുടെ വലങ്കായായിരുന്ന രാഘവില്ലേ അങ്ങേരെ കാണുകയാണ്. അപ്പൊ ഹീറോ അല്ലാണ്ണ നിങ്ങളേതോ നാട്ടിലേക്ക് ജോലിക്ക് പോയതെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടത്തേക്കും പോയതല്ല. ആ ഗജയില്ലേ അവനാടാ എന്നെയും കൊലപ്പെടുത്തി. വിജയ് നിങ്ങൾക്ക് സംഭവിച്ചു ഞാൻ കണ്ടതാ. അവരൊരു ചതിയനാ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു മുത്തശ്ശൻ വരുന്നത്. അങ്ങേര് പറയുന്നുണ്ട് അല്ല 3 ആളുകളും ഇന്ന് വന്നതാ, ഇന്ന് തന്നെയായിരുന്നു നിങ്ങളുടെയും മരണം എന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് ദൂരം നിന്നിട്ട് ചെറിയ കുട്ടികൾ കരയുന്ന സൗണ്ട് കേൾക്കാണ്. ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും പോയി നോക്കുമ്പോൾ ഓൾറെഡി കാണാതെ പോയ സ്കൂൾ പെൺകുട്ടികളില്ലേ അവരാണ് അവിടെ നിൽക്കുന്നത്. അവരെ കണ്ടപ്പോ ഷോക്കായിട്ട് നമ്മുടെ വിജയ് ചോദിക്കുന്നുണ്ട് അല്ല അപ്പോ നിങ്ങളെ കാണാതെ പോയതല്ലേ, നിങ്ങൾ മരണപ്പെട്ടു പോയതായിരുന്നോ? അല്ല എന്താ സംഭവിച്ചേ, ആരാ നിങ്ങൾ കൊലപ്പെടുത്തിയേ? അപ്പോഴാണ് അവർക്ക് സംഭവിച്ച ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു കൊലയാളി അത് വേറെ ആരുമല്ല ഈ പെൺകുട്ടികളുടെ മിസ്സിംഗ് അന്വേഷിക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടറല്ലേ അങ്ങേര് തന്നെയാണ്. അവസാനം കാണാതായ പെൺകുട്ടിയെ അയാൾ എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് വെച്ചാല് നമ്മുടെ 5 ആ ഒരു മൂവി കാണാനുള്ള തിടുക്കത്തില് ഒരു നോ പാർക്കിംഗ് ഏരിയയിലാണ് ബൈക്കും വെച്ചിട്ട് പോയത്. അത് കണ്ടപ്പോ 2 കോൺസ്റ്റബിൾസ് ആ ഒരു ബൈക്ക് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു ബൈക്ക് എടുത്തിട്ട് പോയിട്ട് ആ ഒരു പെൺകുട്ടിയെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ കൂട്ടിക്കൊണ്ടുപോയതും അവളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തത്. അല്ല നമ്മുടെ ഇൻസ്പെക്ടറാണ് ആ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയെങ്കിൽ കുറച്ചു മുൻപ് ഇൻസ്പെക്ടർ തന്റെ അച്ഛൻ വക്കീലിനോട് നിങ്ങളാണ് അവരെ കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചത് എന്തിനാ നിങ്ങൾക്കൊരു സംശയമില്ലേ? അതായത് അച്ഛന് ഇൻസ്പെക്ടറിന് മേലെ സംശയം വരാതിരിക്കാന് അതുപോലെ ആ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ന് അങ്ങനെ കബളിപ്പിക്കാനാണ് ആ ഒരു നാടകം കളിച്ചിരുന്നത്. അപ്പോ അച്ഛന് നാട്ടുകാരും പറ്റിച്ചോർത്തിട്ട് ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഒരു ജൂനിയർ വക്കീലില്ലേ അങ്ങേര് പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെ കാണാതായ സ്ഥലത്ത് ഒരു CCTV ഉണ്ടായിരുന്നെന്നും അതിലെ വിഷ്വലില് ആ ഒരു കൊലയാളി ഉണ്ടാവുന്നു. അപ്പോ ആ വക്കീല് ആ വിഷ്വൽസ് കാണുന്നതിന് മുൻപ് തന്നെ അങ്ങേരെയും ഇൻസ്പെക്ടർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ചെറിയ പെൺകുട്ടികളുടെ മർഡേഴ്സിന് പിന്നിലെ ഈ ഒരു സൈക്കോ ഇൻസ്പെക്ടർ തന്നെയാണ്. എന്നാൽ അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. ആ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് ഇൻസ്പെക്ടറാന്ന് അറിഞ്ഞപ്പോ നമ്മുടെ വിജയും ഫ്രണ്ട്സും ഷോക്കായി പോകുന്നുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ ഒരു അപകടം വരാൻ പാടില്ല. ആ ഇൻസ്പെക്ടറിന്റെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കയറിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ ഇട്ടുകൊടുക്കണം. അതിപ്പോ എങ്ങനെയാ ചെയ്യാ? അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. കാരണം നമ്മൾ മരണപ്പെട്ടിട്ട് ഇപ്പൊ ആത്മാക്കളല്ലേ. അത് മാത്രമല്ല മരിച്ചു കഴിഞ്ഞ് 11 ദിവസം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകും. എന്നാൽ നമുക്കൊരു വഴിയുണ്ട്. അതായത് ചില നന്മകളുടെ നക്ഷത്രങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു സമയത്ത് ജനിക്കുന്ന ഒരു പുണ്യാത്മാവുണ്ടാവും. അവന് മാത്രമേ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റൂ. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി കണ്ടെത്താൻ പറ്റുമോന്നും അറിയില്ല. അടുത്ത സീനില് നമ്മുടെ SI കുറച്ചു നേരത്തെ ഗജയെ പോയിട്ട് ഭീഷണിപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്നില്ലേ. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നത്. രാഘവിന്റെ മർഡർ അന്വേഷിക്കുക എന്ന് പറഞ്ഞു പോയിട്ട് ഗജയുമായിട്ട് ഒരു ഡീലിംഗ് സെറ്റ് ചെയ്ത് അതിനുശേഷം ഗജ ഒരിക്കലും SIക്കെതിരെ തിരിയാതിരിക്കാനേ ആ ഒരു രാഘവിന്റെ ബോഡി ഗജയുടെ ആൾക്കാരെ ഡിസ്പോസ് ചെയ്യുന്ന വീഡിയോസ് എടുത്തു വെച്ചിട്ട് ആ വീഡിയോ കാണിച്ച് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാളെ നമ്മുടെ ഇൻസ്പെക്ടർ തന്റെ വരുതിയിലാക്കുന്നത്. അങ്ങനെ പ്രസന്റില് ഇൻസ്പെക്ടർ ഗജയുമായിട്ട് മദ്യപിച്ചുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻസ്പെക്ടറില്ലേ ആ ഒരു പെൺകുട്ടികളുടെ കൊലപാതകത്തിന് കാരണം നമ്മുടെ വിജയും ഫ്രണ്ട്സും ആണെന്ന് സമൂഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗജയെ ആ ഒരു വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊല്ലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇൻസ്പെക്ടറിന് ഒന്നും പേടിക്കാനില്ലല്ലോ. എന്നാൽ ഇൻസ്പെക്ടർ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ വിജയ് ഫ്രണ്ട് കാണുന്നില്ലേ. അപ്പോഴാണ് ഇൻസ്പെക്ടറില്ലേ നമ്മുടെ ഇന്ദുവിന്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോ അല്ല ഇയാൾക്കിനി ഇന്ദുവിന്റെ മേലെ കണ്ണുണ്ടോ? അവളെ ഇയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണല്ലോ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇന്ദുവില്ലേ വിജയ് ഓർത്തിട്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ്. കാരണം അവൾക്ക് അവളുടെ പ്രണയം അവനോടൊന്ന് പറയാൻ പോലും പറ്റിയില്ലല്ലോ. അപ്പോ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നേ, അത്രത്തോളം നീ അവനെ പ്രണയിക്കുന്നുണ്ടോ? അപ്പോഴാണ് ഇന്ദു അവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് സ്കൂളിൽ പഠിക്കുന്ന
ചെറുപ്പകാലത്ത് ഏതോരുത്തനില്ലേ അവളെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചപ്പോ അവളെ തീയിലേക്ക് തള്ളിവിട്ടിട്ട് അയാൾ പോയതാണ്. അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു സ്കൂൾ പയ്യൻ ഓടി വരുന്നതും നമ്മുടെ ഇന്ദുവിനെ വേഗം തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ട് അവളുടെ ജീവൻ തന്നെ തിരിച്ചു പിടിക്കുന്നതും. അന്ന് ആ ഒരു തീവിപത്തിലില്ലേ അവളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടേണ്ടതായിരുന്നു. എന്നാൽ കറക്റ്റ് ടൈമിന് ഓപ്പറേഷൻ നടത്തിയതുകൊണ്ടാണ് അവളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാതിരുന്നത്. എന്നാൽ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷവും ആ ഒരു ചെറിയ പയ്യനില്ലേ മാസാമാസം എന്റെ ബാക്കി ട്രീറ്റ്മെന്റിനുള്ള പൈസ തന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അവന്റെ ഫേസ് ഞാനൊന്ന് കാണുന്നോ അവൻ ആരാണെന്ന് ഞാൻ അറിയണമെന്നോ അവൻ കരുതിയിരുന്നില്ല. എന്നാൽ എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന ആ ഒരു കുട്ടി ആരാണെന്ന് ഞാൻ തേടിയിറങ്ങി. അവസാനം എനിക്കത് മനസ്സിലായി. അത് വേറെ ആരുമല്ല നമ്മുടെ വിജയ് തന്നെയായിരുന്നു. അന്നു മുതലേ ഞാൻ അവനെ പ്രണയിക്കാൻ തുടങ്ങിയതാ. എന്നാൽ ഞാൻ ചെറുതായിട്ട് അവനൊന്ന് കളിപ്പിച്ചു എന്ന കാര്യം ശരിയാ. എന്നാൽ അവൻ എന്നെ വിട്ടുപോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. നമ്മുടെ ഇന്ദു പറയുന്ന കാര്യങ്ങളൊക്കെ വിജയം കേൾക്കുന്നുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ദുവിനെ പണ്ടേ തന്നെ ഇഷ്ടമായിരുന്നെന്ന്. എന്നാൽ അപ്പോഴാണ് ഇന്ദുവിനൊരു കോള് വരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ SI ഇല്ലേ അങ്ങേര് തന്നെയാണ്. അത് കണ്ടിട്ട് വിജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. SI പറയുന്നത് നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നാണ്. അപ്പോൾ ഇന്ദുവും പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് മീറ്റ് ചെയ്യാലോ. അതായത് നമ്മുടെ SI എന്തിന് ഇന്ദുവിനെ കാണണമെന്ന് പറഞ്ഞെന്ന് വെച്ചാല് ഓൾറെഡി ആ ഒരു ടെസ്റ്റിന് ആരോ ഒരാള് പേര് വെളിപ്പെടുത്താതെ പൈസ കൊടുക്കുന്നില്ലേ, പല കാര്യങ്ങളും ഹെൽപ്പും ചെയ്യുന്നില്ലേ, അതാരാണെന്ന് ഇന്ദുവിന് ഇതുവരെ അറിയില്ല എന്നാണ് SI കരുതിയിട്ടുള്ളത്. അപ്പോൾ അത് SI ആണെന്ന് അങ്ങ് അടിച്ചുവിട്ട് കഴിഞ്ഞാൽ അവൾക്ക് തന്നോടൊരു സോഫ്റ്റ് കോർണർ വരുന്നു കരുതിയിട്ടാണ് അയാള് ഇന്ദുവിനെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇന്ദുവിനോട് ഒരാള് പേര് വെളിപ്പെടുത്താതെ നിങ്ങളുടെ ടെസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ, അതാരാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ ഇന്ദു പിന്നെ അറിയാതെ അത് വിജയ് തന്നെയാ. അത് കേട്ടപ്പോ ഇൻസ്പെക്ടറിന് ചൊറിഞ്ഞു കയറുന്നുണ്ട്. അല്ല ഇവൾക്കിത് നേരത്തെ അറിയായിരുന്നോ പണ്ടാറടങ്ങാനായിട്ട്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓൾറെഡി എന്തായാലും വിജയ് മരണപ്പെട്ടില്ലേ. അപ്പൊ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കടന്നുകൂടാന് വിജയുടെ ആ ഒരു ഫോണ് നമ്മുടെ ഇൻസ്പെക്ടറുടെ കയ്യിലില്ലേ. അപ്പോ വിജയുടെ ഫോണ് ഇനി നിങ്ങളുടെ കയ്യിൽ വെച്ചോ. അങ്ങനെ ഇന്ദുവിന് കൊടുക്കുകയാണ്. അവളും ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ പതിയെ അവര് കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വിജയ്ക്ക് വല്ലാതെ ഭയം വരുന്നുണ്ട്. അതായത് SI എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു മയക്കിയിട്ട് അവൾക്കെങ്ങാനും ഈ ഒരു സൈക്കിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാല് പിന്നെ അവളുടെ ജീവിതം എന്താവും? വിജയ് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. അതിന് എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതേ സമയത്ത് അടുത്ത സീനില് നമ്മുടെ SIയോട് ഗജ ചോദിക്കുന്നുണ്ട് അല്ല തന്റെ ഫോണിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ അവളുടെ കാര്യം എന്തായി? എന്തോ പ്ലാൻ ഉണ്ട് മീറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും നടക്കുവോ? ഞാൻ പ്രതീക്ഷ പോലെയല്ല, പ്ലാനിങ് ഒക്കെ കയ്യിന്ന് പോയി. നടക്കുന്നു തോന്നില്ല, വേറെന്തെങ്കിലും വഴി കാണണം. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ SIയുടെ അച്ഛനായിട്ടുള്ള വക്കീൽ സാറാണ്. അപ്പോൾ അച്ഛൻ പറയുന്നത് നിനക്ക് ഞാനൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, എന്തായാലും നിനക്ക് ഇഷ്ടപ്പെടും. എന്നാൽ SI അതിപ്പോ വേണ്ട അച്ഛാ, ആരാന്നാദ്യം കേൾക്ക്. അത് വേറെ ആരുമില്ല, നിനക്ക് പരിചയമുള്ള ഇന്ദു ഇല്ലേ അവള് തന്നെയാ. അത് കേട്ടപ്പോ SIക്ക് എവിടെ നിന്നില്ലാത്ത സന്തോഷം. അല്ല ഇന്ദു ആണെന്നോ? അല്ല അവൾക്ക് സമ്മതാണോ? അവളോട് നിങ്ങൾ പറഞ്ഞോ? എന്നാൽ അച്ഛൻ പറയുന്നുണ്ട് അവളുടെ സമ്മതം ഞാൻ വാങ്ങിക്കോളാം, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഓക്കെ അല്ലേ, നിനക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. എന്നാല് SI ആണെങ്കിൽ അച്ഛൻ പറഞ്ഞതല്ലേ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അതായത് വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും രണ്ടും പാല് തന്നെ. അപ്പോ സന്തോഷത്തില് ഗജോട് പറയുന്നുണ്ട് അളിയ എന്റെ തലയില് രാശി വന്നു തോന്നുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലെ ആ ഇന്ദുവിനെ എനിക്ക് കിട്ടാൻ പോവാ. എന്നാല് വിജയും ഫ്രണ്ട്സും ആ ഒരു കാഴ്ച കാണുന്നില്ലേ, അവളെ എങ്ങനെയും രക്ഷിക്കണം, ഇതെങ്ങനെയും തടുത്തേ മതിയാവും. അങ്ങനെ SI ജീപ്പില് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്കൂൾ കുട്ടിയില്ലേ SI സ്റ്റോപ്പ് ചെയ്തിൽ പറയുന്നുണ്ട് സാറേ സാറിന്റെ അച്ഛൻ വക്കീൽ സാറല്ലേ, അദ്ദേഹമാണ് എനിക്ക് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോ ഇന്ദു ചേച്ചിയായിട്ട് സാറിന്റെ കല്യാണം നടക്കാൻ പോകുമെന്ന് മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് കൺഗ്രാചുലേഷൻ. അപ്പൊ SI താങ്ക് യു മോളെ. അല്ല നീ വീട്ടിലേക്കാണോ? ഞാൻ അങ്ങോട്ടാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നാല് അപകടം അറിയാതെ ആ ഒരു പെൺകുട്ടി ആ വണ്ടിയിൽ കയറാണ്. എന്നിട്ട് SI ഇല്ലേ ആ ഒരു പെൺകുട്ടിയെ ആ ശവക്കല്ലറുള്ള ആ ഒരു സ്ഥലയിലെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതേ സ്ഥലത്തിലെ നമ്മുടെ ഹീറോയും ഫ്രണ്ടും ഉള്ളത്. അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. എന്നാൽ അവര് ആ ഒരു SIയെ എങ്ങനെയെങ്കിലൊക്കെ തടുക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അവർ ആത്മാക്കളല്ലേ, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് SI ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റുന്നില്ല. അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ അയാൾ അബ്യൂസ് ചെയ്യാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ ആ പെൺകുട്ടിയെയും അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ ആത്മാവും വിജയുടെയും ഫ്രണ്ട്സിന്റെ അരികിൽ വന്ന് നിൽക്കാണ്. അവരെല്ലാവരും മനസ്സിൽ കരുതുന്നുണ്ട് ഈ ഒരു രാക്ഷസനെ ഇവൻ എങ്ങനെയെങ്കിലും തടുത്തേ മതിയാവും. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ SIയുടെ കല്യാണം നടക്കാൻ പോവല്ലേ. അപ്പോൾ നമ്മുടെ വക്കീലിനെ മകന്റെ കല്യാണം നടക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തന്റെ ഫ്രണ്ടുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി നമ്മുടെ കുടിയൻ വരികയാണ്. അപ്പോൾ ആ ഒരു കൂടിനെ പിടിച്ചിരുത്തിയിട്ട് അവനിക്കും മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് നമ്മുടെ ഹീറോയും രണ്ട് ഫ്രണ്ട്സും നിൽക്കുന്നുണ്ട്. അപ്പൊ വിജയ് അവർ SIയെ കുറിച്ച് അവന്റെ അച്ഛനോടെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിലേ. എന്നാൽ വിജയ് പറയുന്നത് നമ്മുടെ കൂടിയനില്ലേ, കൂടിയന് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു കൂടിയനില്ലേ വിജയ് നിന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ വിജയെ കാണാൻ പറ്റിയിട്ടില്ല, പറയുന്നത് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ല ഇവനിപ്പോ ഞങ്ങൾ പറഞ്ഞു കേട്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു മുത്തശ്ശൻ പറഞ്ഞ നക്ഷത്രങ്ങള് ഒന്നു ചേരുമ്പോ ജനിച്ചത് അത് ഈ ഒരു കൂടിയനാണോ? എന്തായാലും രാത്രി സമയത്ത് അയാളോടൊന്ന് സംസാരിച്ച് നോക്കുക തന്നെ. അങ്ങനെ രാത്രി സമയത്ത്
കൂടിയൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ വിജയും ഫ്രണ്ട്സും വന്നിട്ട് അണ്ണാ ഇത് ഞങ്ങളാണ്, ഓട്ടോ ഡ്രൈവറായിരുന്ന വിജയില്ലേ, വിജയും അവന്റെ ഫ്രണ്ട്സും ഈ അടുത്ത് ഞങ്ങൾ മരണപ്പെട്ടു പോയിരുന്നില്ലേ. അത് കേട്ടപ്പോ കൂടിയനാണെങ്കിലേ അയ്യോ പ്രേതാണോ ഏട്ടാ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഇടക്കിടക്ക് ചെറിയ സ്കൂൾ പെൺകുട്ടികള് കാണാതെ പോവാറില്ലേ, എന്നാല് ആ ഒരു പെൺകുട്ടികള് കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ കൊന്നത് വേറെ ആരുമില്ല, നിങ്ങളൊക്കെ നല്ലവനാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു SI ഇല്ലേ, അവൻ തന്നെയാണ്. അവനൊരു മൃഗാണ്. ദയവ് ചെയ്ത് ഗ്രാമത്തിലെ ജനങ്ങളോട് ഈ ഒരു കാര്യം പറയും. ഇനിയെങ്കിലും ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. എന്നാൽ കൂടിയനാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പോയി പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? അതുമാത്രമല്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് SI ചില്ലറക്കാരനല്ലല്ലോ, എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാലോ? അല്ല അന്നൊരിക്കൽ കുടിച്ചു വന്നപ്പോ ഞങ്ങള് സൈഡ് ഡിഷ് തന്നിരുന്നില്ലേ, അപ്പോഴേ നിങ്ങളൊരു വാക്ക് തന്നിരുന്നു ഞങ്ങളുടെ എന്താഗ്രഹം നിറവേറ്റി തരുന്നു. ശരിയല്ലേ, ഞാനങ്ങനെ പറഞ്ഞു പോയില്ലേ, ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാം. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അച്ഛന്റെ ഫാമിലിയൊക്കെ ഇന്ദുവിനെ പെണ്ണ് ചോദിക്കാൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഗ്രാമത്തിലെ കുറേയധികം ആളുകൾ വരികയാണ്. അവര് പറയുന്നുണ്ട് സാറേ നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ഓരോ പെൺകുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ കുറച്ചു നാളു മുൻപ് SI സാറ് പറഞ്ഞത് ഇതിന്റെയൊക്കെ പിന്നിലെ വിജയം സംഘമാണെന്നാണ്. എന്നാൽ അവര് മരണപ്പെട്ട ശേഷം കുറച്ചു നാളു മുൻപ് വീണ്ടും ഒരു സ്കൂൾ കുട്ടി മരണപ്പെട്ടില്ലേ, അപ്പോ ഇതിന്റെ പിന്നില് വേറെ ആരോ ഉണ്ട്. ഞങ്ങളുടെ മക്കള് കാണാതെ പോയതാണോ അവര് മരണപ്പെട്ടു പോയതാണോ, ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായാൽ മതിയാവും. അതിനുശേഷം മതി നമ്മുടെ ഗ്രാമത്തില് ഒരു നല്ല പ്രവൃത്തി നടക്കുന്നത്. അപ്പോ വക്കീൽ സാറ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ മകനില്ലേ ഈ ഒരു കേസ് സോൾവ് ചെയ്തിട്ട് മാത്രമേ ഈ നാട്ടില് ഒരു സൽപ്രവൃത്തി നടക്കൂ, അതായത് അവന്റെ കല്യാണം പോലും അതിനുശേഷം നടക്കൂ. അതും പറഞ്ഞിട്ട് ആ ഒരു കല്യാണ കത്തില്ലേ അത് കീറിക്കളയാണ്. അത് കണ്ടപ്പോ SIക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ട്, വല്ലാതെ ദേഷ്യം വരികയാണ്. അല്ല ഈ ഒരു കേസ് ക്ലോസ് ചെയ്താലേ എന്റെ ആഗ്രഹം കല്യാണം നടക്കുള്ളൂ, കുറച്ച് നാളത്തേക്ക് എന്റെ എല്ലാ പ്രവൃത്തിയും സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ പതിയെ സ്റ്റാർട്ട് ചെയ്യാലോ. ഇപ്പൊ തൽക്കാലം ഈ ഒരു കേസിന്റെ സംസാരം നിർത്താനായിട്ട് ആരുടെയെങ്കിലും തലയിൽ ഇത് വെച്ച് കൊടുത്തേ മതിയാവും. അതേ സമയത്ത് ഗ്രാമത്തില് നമ്മുടെ കുടിയനില്ലേ അങ്ങേര് കാണുന്ന എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലെ അത് വേറെ ആരുമില്ല, ആ ഒരു SI ആണ്. അവൻ ആ പെൺകുട്ടികളെ ഉപദ്രവിച്ച് കൊലപ്പെടുത്താണ്. എന്നാല് ഒരു കുടിയൻ പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കോ? നിന്റെ വയറ്റിലെ കള്ളാണ് ഇങ്ങനെ പല നുണയും പറയുന്നതും പറഞ്ഞിട്ട് അവരെല്ലാവരും ആ ഒരു കുടിയനെ ആട്ടിപ്പായിക്കാണ്. അവസാനം ആ ഒരു കുടിയൻ നേരെ പോകുന്നത് നമ്മുടെ SIയുടെ അച്ഛനായിട്ടുള്ള വക്കീൽ സാറില്ലേ അങ്ങേരോടാണ്. അങ്ങേരോടും തന്റെ മകന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാല് അങ്ങേരും കുടിയൻ പറയുന്നത് കള്ളിന്റെ പുറത്തുള്ള ബ്രഹ്മയായിട്ട് കാണുകയാണ്. അങ്ങനെ കുടിയനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ SI ഇല്ലേ ഗജയെ മീറ്റ് ചെയ്യാൻ പോണ്. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? അവസാനം SI പറയുന്നുണ്ട് എനിക്കൊരു ചെറിയ ബുദ്ധി തോന്നുന്നുണ്ട്, ഈ ഒരു കേസിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. ഒരു കാര്യം ചെയ്, നിന്റെ ഒരു 4 ആൾക്കാരെ എനിക്ക് വിട്ടു തന്നേക്ക്, അവരാണ് ആ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് അവരുടെ തലയിലെ കേസ് വെച്ച് കൊടുത്തിട്ട് തൽക്കാലം ഞാൻ എസ്കേപ്പ് ആവട്ടെ. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു പെൺകുട്ടികളുടെ ബോഡിയൊക്കെ ഇല്ലേ നമ്മുടെ ഇൻസ്പെക്ടർ പോലീസ് ടീമായിട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യാണ്. എന്നിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇത്രയും നാള് നമ്മുടെ നാട്ടിൽ നടന്ന ഈ ഒരു കൊലപാതകത്തിനൊക്കെ പിന്നിലെ ആരാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടെത്തിയത്. ഞാൻ കരുതിയിരുന്നത് ഗജയാണ് ഇതിന്റെ പിന്നിലെന്നാണ്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഗജയുടെ കീഴിൽ ജോലി ചെയ്യുന്ന 4 അടിയാൾക്കാരാണെന്ന്. ഇനി അവന്മാരൊരിക്കലും പുറലോകം കാണാൻ പോകുന്നില്ല, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ SI ചെയ്ത എല്ലാ കേസും ഇല്ലേ അവരുടെ തലയിൽ വെച്ചിട്ട് നൈസായിട്ട് ജനങ്ങളെയും പറ്റിച്ചിട്ട് അടുത്തതായിട്ട് ഇന്ദുവിനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിലാണ്. എന്നാൽ നമ്മുടെ വിജയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങനെ ഇപ്പൊ ഞാൻ തടുക്കുക. അങ്ങനെ അന്ന് രാത്രി അവര് സങ്കടത്തിലിരിക്കുമ്പോൾ ഇതുവരെ നമ്മുടെ കുടിയന് അവര് സംസാരിക്കുന്നത് കേൾക്കാൻ മാത്രമേ കഴിവുള്ളായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വിജയും ഫ്രണ്ട്സിനെയും നേരിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വിജയ് അല്ല ചേട്ടാ നിങ്ങൾക്കിപ്പോ ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ആടാ എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇപ്പോ നിങ്ങളെപ്പോലെ ഞാനും ഒരു ആത്മാവാ. അപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. നമ്മുടെ കൂടിയ ഗ്രാമത്തിലെ എല്ലാ ആളുകളോടും SIയുടെ തനിനിറത്തെ കുറിച്ച് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ലല്ലോ. അങ്ങനെ അവസാന ദേഷ്യത്തില് നേരിട്ട് SIയെ തന്നെ വെല്ലുവിളിക്കാനേ ഗജയും SI ഉള്ള ആ ഒരു ഗോഡൌണിലേക്ക് വരികയാണ്. കാക്കി തിരിച്ചിട്ട് പൊന്നുമോനെ SI നീയാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം, ഉറപ്പായിട്ടും ആ കുട്ടികൾക്ക് ഞാൻ നീതി വാങ്ങിക്കൊടുക്കും, പോലീസിന് മുമ്പിൽ നിന്നെ എത്തിച്ചില്ലെങ്കിൽ നോക്കിയോ. എന്നാല് SIക്ക് ഒരു കാര്യം അറിയാം, ഇവൻ കൂടിയനാണെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ പണിയാവും. അപ്പോ ഇവൻ ഒരിക്കലും ജീവനോട് ഇരിക്കാൻ പാടില്ല. അങ്ങനെ കുടിയനില്ലേ അവിടുന്ന് തിരിച്ചു വന്നിറങ്ങുമ്പോ മദ്യക്കുപ്പി വെച്ചിട്ട് കുടിയനെ തലക്കടിക്കാണ്. അങ്ങനെയാണ് കുടിയൻ മരണപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട് പൊന്നുമക്കളെ നിങ്ങളായിട്ട് തന്നതായത്, ഞാനാണെങ്കിൽ അടിച്ചു കറങ്ങി സമാധാനത്തില് അങ്ങനെ പാറി പറന്ന് നടക്കിയിരുന്നു. എന്തിനാടാ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞത്? അവസാനിപ്പം എന്തായി, നിങ്ങളെപ്പോലെ ഞാനും ഒരു ആത്മാവായില്ലേ? അപ്പോഴാണ് വിജയ്ക്കും ഫ്രണ്ട്സിനും ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇവരിപ്പോ ആത്മാവായിട്ട് 11 ദിവസം ആവാനായിട്ടുണ്ട്. ഇനി ആകെ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോ എന്താ ഈ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അടുത്ത ദിവസം അവരുടെയൊക്കെ മരണച്ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ SIയും ഇന്ദുവും തമ്മിലുള്ള മാരേജ് ഫംഗ്ഷൻ സ്റ്റാർട്ടാവാണ്. എന്നാൽ കുറച്ച് നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ എങ്ങനെ ഇന്ദുവിനെ രക്ഷിക്കുക? വിജയ്ക്ക് ഒരു പോംവഴി കാണുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് മരണച്ചടങ്ങുകൾ തീരാനായിട്ടുണ്ട്. പതിയെ വിജയുടെ ആത്മാവ് അവിടെ നിന്ന് മറഞ്ഞകലാൻ തുടങ്ങാണ്. അപ്പോഴാണ് പെട്ടെന്നില്ലേ 2 ആളുകള് വിജയെ തട്ടി
എഴുന്നേൽപ്പിക്കുന്നേ. അതായത് വിജയുടെ തലക്കടിയുടെ ബോധം പോയിരുന്നില്ലേ. അപ്പോൾ അതിനുശേഷം ഇതുവരെ വിജയ് കണ്ടതൊക്കെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. അപ്പോൾ വിജയ് ഓർത്ത് നോക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴല്ലേ ആ ഒരു കത്തികൂത്ത് കൊള്ളുന്നതും മരണപ്പെട്ടു പോകുന്നതും. എന്നാൽ അതൊക്കെ സ്വപ്നമായിരുന്നു. അതിനുശേഷം ആത്മാവായതും. എന്നാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടികളുടെ ആത്മാവിലെ അവരായിരിക്കും ചിലപ്പോ എനിക്കിത് കാണിച്ചു തന്നിട്ടുണ്ടാവുക. കാരണം വേലിൽ തന്നെ വിളവ് തിന്നുകൊണ്ട്, അതായത് SI അല്ലേ കൊലപാതകെ, അപ്പോൾ വേറെ ആരും അയാളെ കണ്ടുപിടിക്കാൻ വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ വിജയ് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ആ ഒരു SI ഇല്ലേ അയാളാണ് ആ പെൺകുട്ടികളുടെ കൊലപാതകത്തിന് പിന്നില്. എന്നാൽ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതിന് SI മരണപ്പെടുപാടാ, ആ ഗജയില്ലേ അങ്ങേരാണ് SI കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഗ്രാമത്തിൽ മുഴുവൻ SIയുടെ മരണ വാർത്തയാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു SI ഗജയെ പിടിക്കാൻ പോയപ്പോഴല്ലേ SIയെ കൊലപ്പെടുന്നത്. അപ്പോൾ ഗജയാണ് ആ പെൺകുട്ടികളുടെ കൊലപാതകത്തിന് പിന്നില്. അടുത്ത സീല് നമ്മൾ കാണുന്നത് ആ ഒരു പെൺകുട്ടികളുടെ ബോഡി മുഴുവനില്ലേ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയാണ്. അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ SIയുടെ ബോഡി ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നില് ഗജയാണെന്ന് ജനങ്ങൾ ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മുടെ SIയുടെ മരണം കണ്ടിട്ട് വക്കീൽ സാറിനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഏക മകനായിരുന്നില്ലേ. ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ വിജയ് തരിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ആ ഒരു പെൺകുട്ടികളുടേതും അതുപോലെ SIയുടെയും മരണച്ചടങ്ങൊക്കെ നടന്ന ശേഷം നമ്മുടെ വിജയും ഇന്ദുവില്ലേ വക്കീൽ സാറിനെ കാണാനായിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് മകന്റെ മരണത്തില് നിങ്ങൾ സങ്കടത്തിലായിരിക്കൂലേ, പിന്നെ SI സാറിന്റെ ബോഡി കിട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കണ്ണട കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് സാറിൻ്റെതാണോ എന്നൊന്ന് നോക്കി നോക്ക്. അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്കുകൾ നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ SIയുടെ ബോഡി അവിടെ നിന്ന് നീക്കം ചെയ്ത സമയത്ത് ഒരു കണ്ണട താഴെ വീണു പോയിരുന്നു. ആ ഒരു കണ്ണട നമ്മുടെ വിജയ് കണ്ടിട്ട് രഹസ്യമായിട്ട് എടുത്തു വെച്ചതാണ്. അത് വക്കീലിൻ്റെതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് വിജയ് വല്ലാതെ ഷോക്കായി പോയിരുന്നത്. അങ്ങനെ പ്രസന്റില് നമ്മുടെ വക്കീലിന് ആ ഒരു കണ്ണട കൊടുത്തിട്ട് സാറ് സത്യം പറ, നിങ്ങളുടെ മകനെ നിങ്ങൾ എന്തോ ചെയ്തതല്ലേ? അപ്പോഴാണ് നമ്മുടെ വക്കീലിലെ എന്താണ് സംഭവിച്ചത് ആ ഒരു യഥാർത്ഥ സത്യങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ വക്കീലെ വിജയ് റിലീസ് ചെയ്തില്ലേ, അതിനുശേഷം വിജയ് ദേഷ്യത്തില് ഗജയെ കാണാനായിട്ട് അയാളുടെ ഗോഡൌണിലേക്ക് പോയിരുന്നില്ലേ. അതിൽ ഭയന്നിട്ട് വിജയുടെ ഫ്രണ്ട്സ് വന്നിട്ട് നേരെ നമ്മുടെ വക്കീലിനോട് പറഞ്ഞിരുന്നു വിജയുടെ ജീവന് ആപത്താണെന്ന് മനസ്സിലായപ്പോ എന്തായാലും ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടുന്ന് ഗജയുടെ ഗോഡൌണിലേക്ക് തിരിച്ചതാണ്. എന്നാൽ ഗോഡൌണിലെത്തിയപ്പോ വിജയും ഗജയും തമ്മിൽ അങ്ങോട്ടും ഫൈറ്റ് ആയില്ലേ. ആ ഫൈറ്റിനിടയിൽ ആരൊരാള് വിജയെ പിന്നിൽ നിന്ന് അടിച്ചില്ലേ. അങ്ങനെയല്ലേ വിജയുടെ ബോധം പോകുന്നത്. വിജയ് അടിച്ചത് അത് വേറെ ആരുമല്ല നമ്മുടെ SI തന്നെയായിരുന്നു. അതായത് ഓൾറെഡി നമ്മുടെ വിജയോട് ആ ഒരു പെൺകുട്ടികളുടെ ആത്മാവ് എന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ മരണത്തിന് പിന്നിലെ ആ ഒരു SI ആണെന്ന്. അത് സത്യം തന്നെയായിരുന്നു. SIയും ഗജയും കൂട്ടാളികളാണ്. അങ്ങനെ ഹീറോയെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ഒരു റൂമിലേക്ക് വലിച്ചുകൊണ്ട് വിടുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ SI ആ ഒരു പെൺകുട്ടികളോടൊക്കെ ചെയ്ത ക്രൂരതയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ വിജയ് രക്ഷിക്കാനായിട്ട് വന്ന നമ്മുടെ വക്കീൽ സാറില്ലേ അങ്ങേര് ഇവര് പറയുന്നത് പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിജയും മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ SIയും ഗജയും പറഞ്ഞ എല്ലാ കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇല്യൂഷൻ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ പിന്നില് ആ ഒരു SI തന്നെയാണല്ലേ. കുറച്ചു നേരത്തെ നമ്മുടെ SI ഹീറോയുടെ തലക്കടിച്ചില്ലേ, അതില് വീണ്ടും ഹീറോ മയങ്ങിപ്പോവാണ്. എന്നാൽ SI ആയ തന്റെ മകന്റെ യഥാർത്ഥ മുഖം അച്ഛൻ കണ്ടില്ലേ, അങ്ങേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാല് ഒന്നും ചെയ്യാതെ ഒന്നും പറയാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക്, അതായത് SI എങ്ങനെയാണ് ഇതുപോലൊരു സൈക്കോയി മാറിയെന്നുള്ള ആ ഒരു ഹിഡൻ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നത്. അതായത് ചെറുപ്പത്തിലെ SIയിലെ പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിരുന്നു. 10 വർഷമായിട്ട് ആ ഗ്രാമത്തിലെ ചെറിയ പെൺകുട്ടികളെ കാണാതെയാവാൻ തുടങ്ങിയിരുന്നില്ലേ. അപ്പോൾ 10 വർഷം മുമ്പ് പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് അത് SI തന്നെയാണ്. ചെറുപ്പത്തിൽ നമ്മുടെ ഇന്ദുവിനോട് മോശമായിട്ട് ഒരുത്തും ബിഹേവ് ചെയ്തില്ലേ, അതിലവൾക്ക് വല്ലാതെ പൊള്ളൽ പറ്റിയിരുന്നില്ലേ, അതും വേറെ ആരും ആയിരുന്നില്ല ഈ SI തന്നെയായിരുന്നു. എന്നാൽ ആളുകളുടെ സൗണ്ട് കേട്ടപ്പോൾ ഇന്ദുവിനെ തള്ളിവിട്ടിട്ട് അവിടെ ഓടിപ്പോയതാണ്. അങ്ങനെ തള്ളിവിട്ടപ്പോഴാണ് അവൾ തീയിലേക്ക് വീഴുന്നതും അവളുടെ കണ്ണിന് ആപത്ത് പറ്റുന്നതും. അതിനുശേഷം നമ്മുടെ വിജയ് അവളെ റെസ്ക്യൂ ചെയ്തിട്ട് അവളുടെ ട്രീറ്റ്മെന്റിനും അതുപോലെ കണ്ണിന്റെ കാഴ്ച തിരിച്ചിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതും. അതുപോലെ പണ്ടൊരിക്കൽ നമ്മുടെ വക്കീലിനെ കാണാനായിട്ട് ഒരു ക്ലയന്റ് വന്നപ്പോൾ വക്കീല് തന്റെ ഒരു ഫയൽ എടുക്കുകയാണ്. അപ്പോഴാണ് അതിൽ നിന്ന് കുറേയധികം പോൺ വീഡിയോസിന്റെ സീഡുകൾ വീഴുന്നത്. അത് കണ്ടപ്പോൾ ക്ലയന്റ് പറയുന്നുണ്ട് തന്നെ പോലെ ഒരു കാമന്റെ അടുത്താണോ ഞാൻ ഹെൽപ്പിന് വന്നത്, ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. അങ്ങനെ അയാൾ തിരിച്ചു പോയപ്പോൾ നമ്മുടെ വക്കീലിനറിയാലോ താനല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ആയിരിക്കും, തന്റെ മകൻ തന്നെയായിരിക്കും. അങ്ങനെ ദേഷ്യത്തില് മകനോട് ചോദിക്കുന്നുണ്ട് എന്ത് വൃത്തികേടൊക്കെയാടാ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അതൊക്കെ കൊണ്ടൊന്ന് ഒളിപ്പിക്കാനേ എന്റെ ഫയൽസ് കണ്ടുള്ളൂ. അങ്ങനെ പലപ്പോഴും തന്റെ മകനെ ശകാരിച്ചിട്ടും അവന്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. വീണ്ടും വീണ്ടും അവൻ പഴയത്തിൽ മോശം തന്നെ. ഇനിയും ഇവനെ ഈ നാട്ടിൽ നിർത്തുന്ന ആപത്താണ്. അതുകൊണ്ട് പുറം നാട്ടില് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ, അപ്പോൾ കുറേയൊക്കെ മാറ്റം വരുമായിരിക്കും. അങ്ങനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കിയതാണ്. അതിനുശേഷം പഠിത്തം കഴിഞ്ഞിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് തിരിച്ച് തന്റെ നാട്ടിലേക്ക് വന്നു. എന്നാൽ അച്ഛൻ എന്താ കരുതിയത് മകൻ എന്തായാലും മാറിയിട്ടുണ്ടാവും, ഇനിയെങ്കിലും കുടുംബത്തിനും സൊസൈറ്റിക്കും എന്തെങ്കിലും ഹെൽപ്പ് അവനെ കൊണ്ടുണ്ടാവും. എന്നാൽ വക്കീല് പ്രതീക്ഷ പോലെ ഒന്നുമല്ല സംഭവിക്കുന്നതെന്ന് ആ ഒരു ഗോഡറിൽ വെച്ച് തന്റെ മകന്റെ വായിൽ നിന്ന് കേട്ടില്ലേ. അങ്ങനെ സഹിക്കാൻ പറ്റാതെ വീട്ടിലെത്തിയപ്പോ ഭാര്യയോട് പറയുന്നുണ്ട് നമ്മുടെ മകൻ അവനിപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ, അല്ല അതിലും മോശം. 10 വർഷമായിട്ട് നമ്മുടെ ഗ്രാമത്തിലെ പല ചെറിയ പെൺകുട്ടികളെ കാണാതായില്ലേ, അവരൊന്നും കാണാതായതല്ല, അവരെയൊക്കെ നമ്മുടെ മകനില്ലേ
അവൻ തന്നെ കൊലപ്പെടുത്തിയതാ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ SIയിലെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഭക്ഷണം വിളമ്പിയിട്ട് SI അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വക്കീലില്ലേ ഭഗവത്ഗീത എടുത്തിട്ട് പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടികളുടെ കൊലപാതകത്തില് നിനക്കൊരു ബന്ധവുമില്ലാന്ന് ഇതിൽ തൊട്ട് സത്യം ചെയ്. എന്നാൽ SI നുണ പറഞ്ഞ് രക്ഷപ്പെടാന് വായു തുറക്കുമ്പോൾ പറ്റുന്നില്ല. വായിൽ നിന്ന് രക്തം ഛർദ്ദിക്കുന്നുണ്ട്. അതായത് SIയുടെ അമ്മ ഭക്ഷണം കൊടുത്തില്ലേ, അതിലവന് വിഷം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ SI പിഴഞ്ഞ് മരിക്കുകയാണ്. ആ ഒരു വക്കീലിനും ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഏക മകനായിരുന്നില്ലേ, അവരുടെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലേണ്ടി വന്നില്ലേ. ഇതുപോലൊരു വിഷവിത്ത് ഈ ഒരു ലോകത്തുള്ളതിലും നല്ലത് ഇല്ലാത്തത് തന്നെയാണ്. എത്ര പെൺകുട്ടികളുടെ ജീവന അവൻ എടുത്തത്. അതുകൊണ്ട് അവന്റെ ബോഡി ആരും കാണാതെ ഡിസ്പോസ് ചെയ്യാനേ നമ്മുടെ വക്കീൽ എടുത്തിട്ട് പോവാണ്. അതായത് നമ്മുടെ SI എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്യാന് ഗജയുടെ ആൾക്കാരുടെ തലയിൽ ആ പെൺകുട്ടികളുടെ മരണം വെച്ചു കൊടുക്കാൻ അവരുടെ ബോഡി മുഴുവനായിട്ട് ഒരു സ്ഥലത്തായിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് കുറച്ചേരം SI പറഞ്ഞിരുന്നു. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ SIയുടെ ബോഡിയും വക്കീൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂട്ടാണ്. എന്നാൽ SIയിലെ ഗജയെ ഭീഷണിപ്പെടുത്താൻ ഓൾറെഡി രാഘവനെ കൊലപ്പെടുത്തിയ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നില്ലേ, ആ വീഡിയോ എടുത്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് സുമയോട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ കൊലപാതകം മുഴുവൻ നടത്തിയത് അത് ഗജയാണ്. അത് കണ്ടുപിടിച്ച രാഘവനെയും അതുപോലെ ആ കേസിന്റെ പിന്നാലെ പോയ എന്റെ മകനെയും ആ ഗജ കൊലപ്പെടുത്തി. അപ്പോൾ സുമ പറയുന്നുണ്ട്, സാറ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഹയർ ഓഫീസറിനെ കൊണ്ട് ഗജയുടെ മേലെ ആക്ഷൻ എടുപ്പിച്ചോളാം. അങ്ങനെ എന്താണ് സംഭവിച്ചെന്നുള്ള എല്ലാ സത്യങ്ങളും നമ്മുടെ വക്കീല് വിജയോടും അതുപോലെ ഇന്ദുവിനോടും പറയാണ്. എന്നിട്ട് വിജയോട്, നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും ഒരു വക്കീലായ ഞാന് എന്റെ മകന് ജനങ്ങളുടെ മുൻപിൽ നല്ലവനായിട്ട് കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എന്നാൽ സത്യം അതല്ല. എന്റെ മകനായിരുന്നു ഈ കൊലപാതകത്തിനൊക്കെ പിന്നിലെന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിന്റെയും പോലീസിന്റെയും മേലുള്ള എല്ലാ വിശ്വാസവും അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങളുടെ മകനായിട്ടും ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ വിജയ് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അതായത് ഹയർ ഓഫീസേഴ്സ് ആ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഗജയെ എൻകൗണ്ടറിൽ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പോൾ സുമ മീഡിയസിനോട് പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ SI സാറ് പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വിജയുടെയും ഇന്ദുവിന്റെയും കല്യാണ ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെ വിജയ് താലികെട്ട് നോക്കുമ്പോൾ ഓൾറെഡി വിജയ് സ്വപ്നം കണ്ട പോലെ അതേ സ്ഥലത്തേക്ക് ഒരു പോലീസുകാരൻ വരികയാണ്. കയ്യില് ഗണ്ണുമായിട്ട് നിർത്ത് കല്യാണം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഭയന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, എപ്പോഴും വിജയ് ഒരു ചേച്ചിയായിട്ട് കാണുന്ന നമ്മുടെ സുമയില്ലേ, അവര് തന്നെയാണ്. അവര് ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ എന്താണ് എനിക്ക് ഇൻവിറ്റേഷൻ തരാത്തെ? ചേച്ചി ഒരു ദുർബല നിമിഷത്തെ പറ്റിയതാ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ മാരേജ് നടക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൂവി? ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്ന കുറച്ച് ഹൊററൊക്കെ മിക്സ് ചെയ്ത വ്യത്യസ്തമായ നല്ലൊരു കഥയായിരുന്നില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ സീരീസ് ചാനലിന്റെയും അതുപോലെ സെക്കൻഡ് ചാനലും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.